എൻ പ്രിയൻ ഓ നല്ലവൻ, എൻ പ്രിയൻ ഓ നല്ലവൻ. ഈ വിധ സ്നേഹിതൻ പാരില, ഈ വിധ സ്നേഹിതൻ പാരില. വീണ്ടെടുത്തു എന്നെ തൻ ചോരയാൽ, വീണ്ടെടുത്തു എന്നെ തൻ ചോര. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 6-ാം അധ്യായം 25-ാമത് വാക്യം. നേരുള്ള വാക്കുകൾക്ക് എത്ര ബലം! സത്യസന്ധമായ, പരമാർത്ഥമായ, നീതിപൂർണമായ വാക്കുകളുടെ ബലം അതെത്രമാത്രം വലുതാണ് എന്ന് ഇയ്യോബ് തൻ്റെ ജീവിതത്തിൽ കൃത്യമായ തലത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുന്ന വാക്കുകളാണ്. ഇയ്യോബിൻ്റെ അരികത്തേക്ക് കടന്നു വന്നിരിക്കുന്ന സ്നേഹിതന്മാരോട് ഇയ്യോബ് പറയുന്നതായ ഓരോ വാക്കുകളും വളരെ കൃത്യമായി നേരുള്ളതും സത്യസന്ധമായതുമായ വാക്കുകൾ മാത്രമാണ് പറയുവാൻ തുനിഞ്ഞിട്ടുള്ളത്. നാം പറയാറില്ലേ, ഒരു കള്ളം പറഞ്ഞാൽ നിൽപ്പാൻ വേണ്ടി അനവധി കള്ളങ്ങൾ പറയേണ്ടി വരുമെന്നും പറഞ്ഞ വാക്കുകൾ സത്യമാകുന്നു എങ്കിൽ അതിൽ ഉറച്ചു നിൽക്കേണ്ടതേ ഉള്ളൂ എന്നും നാം വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഇയ്യോബിൻ്റെ അരികിലേക്ക് കടന്നു വന്ന് തന്നെ കുറ്റക്കാരനാക്കുവാനും തൻ്റെ വീഴ്ചയുടെ കാരണം താൻ തന്നെയാണെന്ന് ബോധ്യപ്പെടുത്താനും പരിശ്രമിക്കുമ്പോൾ സത്യസന്ധമായി ഇയ്യോബ് അവരോട് പറയുന്നത്, എൻ്റെ തെറ്റുകൾ നിങ്ങൾക്ക് ഉപദേശിച്ചെന്നെ ബോധ്യപ്പെടുത്താൻ കഴിയുമെങ്കിൽ ഞാനത് കേൾക്കുവാൻ തയ്യാറാണെന്നും എൻ്റെ വാക്കുകളൊക്കെ നേരുള്ള വാക്കുകളാണെന്നും അത് ബലവത്തായ വാക്കുകളാണെന്നും ഓർപ്പിക്കുമ്പോൾ തന്നെ താൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. ഞാൻ നേരുള്ള വാക്കുകൾ നിങ്ങളോട് പറയുന്നു, അത് ബലമുള്ള വാക്കുകളാണ്. എന്നാൽ നിങ്ങളുടെ വാദങ്ങൾ എനിക്ക് ആശ്വസിക്കുവാൻ കഴിയുന്നതല്ല, അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് പറയുകയാണ്. നിങ്ങൾ എന്നെ ശാസിക്കുന്നതിന് വിചാരിക്കുകയും എൻ്റെ വാക്കുകൾക്ക് കാറ്റിന് തുല്യമായ വാക്കുകൾ കൊണ്ട് ഉത്തരം പറയുകയും ചെയ്യുന്നുവോ എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ വാക്കുകൾക്ക് ബലമുള്ളതാണ്, എന്നാൽ നിങ്ങളുടെ മറുവാദങ്ങൾക്ക് ബലമുള്ളതല്ലെന്നും കാറ്റ് കൊണ്ടുപോകുന്നത് പോലെ നിങ്ങളുടെ വാക്ക് ബലമില്ലാത്തതായി അത് പറന്നു പോകുന്ന വാക്കുകൾ പോലെ ഇരിക്കുന്നു എന്നും ഇയ്യോബ് ഓർമ്മപ്പെടുത്തുകയാണ്. തനിക്ക് തന്നിൽ തന്നെ ഉറപ്പുള്ള ഒരു വാക്കും ഒരു ചിന്തയും എന്താണെന്ന് ചോദിച്ചാൽ നേരുള്ള വാക്കുകൾ മാത്രമേ പറയുവാൻ പാടുള്ളെന്നും അതൊരിക്കലും മാറിപ്പോകയില്ലെന്നും ആ നേര് നമ്മുടെ ജീവിതത്തിലെ നിലനിൽപ്പിന് കാരണമായി തീരുമെന്നും ഓർപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരാം. എന്നാൽ നാം പറയുന്ന വാക്കുകളും നാം പ്രവർത്തിക്കുന്ന പ്രവൃത്തികളുമൊക്കെ നേരുള്ളതായിരിക്കുന്നു എങ്കിൽ അത് തകർന്നു പോകാത്ത തലത്തിൽ ബലമുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരിക്കലും കാറ്റിനു തുല്യമായ നിലനിൽപ്പില്ലാത്ത ബലമില്ലാത്ത പോഷ്ക് പറയുന്നവരും ആ തലത്തിൽ ജീവിക്കുന്നവരുമായിട്ടല്ല, ബലമുള്ള വാക്കുകൾ പറഞ്ഞ് ധൈര്യത്തോടുകൂടി നിലനിൽക്കുന്നവരായി തീരേണ്ടതിന് നമുക്കോരോരുത്തർക്കും നമ്മെ തന്നെ സമർപ്പിക്കുന്നവരും നേരിനെ പിന്തുടരുന്നവരുമായി തീരുവാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം. അതിനെന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ ബലമുള്ള വാക്കുകൾ പറയുന്നവരായി തീരുവാൻ
കാറ്റിനെ പോലെ ആടിയുലയുന്ന വാക്കുകളല്ല, നിലനിൽപ്പാൻ കഴിയാത്ത വാക്കുകളല്ല, നേരുള്ളതും സത്യസന്ധമായതുമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിയോടെ ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കണം. ദൈവം ഞങ്ങളെ സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.